താമുത്തീര്യ വ്രജ പരിചിത ഭ്രൂലതാ വിഭ്രമാണാം പക്ഷ്മോത്ക്ഷേപാദുപരിവിലസത്കൃഷ്ണശാരപ്രഭാണാം കുന്ദക്ഷേപാനുഗമധുകരശ്രീമുഷാമാത്മബിംബം പാത്രീകുർവൻ ദശപുരവധൂനേത്രകൗതൂഹലാനാം. ഇതാണ് 47ാമത്തെ ശ്ലോകം. താം ഉത്തീര്യ വ്രജ പരിചിത ഭ്രൂലതാ വിഭ്രമാണാം പക്ഷ്മോത്ക്ഷേപാദ് ഉപരിവിലസത് കൃഷ്ണശാരപ്രഭാണാം കുന്ദക്ഷേപാനുഗമധുകരശ്രീമുഷാം ആത്മബിംബം പാത്രീകുർവൻ ദശപുരവധൂനേത്രകൗതൂഹലാനാം. ഇതാണ് ശ്ലോകത്തിന്റെ പദച്ഛേദം. ഇവിടെ എന്താണ് ക്രിയാരൂപം? വ്രജ എന്നതാണ് ക്രിയാരൂപം. അപ്പോ താം ഉത്തീര്യ വ്രജ, ആ അവളെ തരണം ചെയ്തിട്ട് വ്രജ പോയാലും എന്നാണ് പറയണത്. അപ്പൊ അവളെ താം എന്നുള്ളതിന് വ്യാഖ്യാനത്തിൽ നോക്കൂ. ചർമ്മണ്വതീം ഉത്തീര്യ തീർത്വ വ്രജ, തരണം ചെയ്തിട്ട് പോയാലും. എങ്ങനെയാണ് പോകേണ്ടത് അതാണ് പറയുന്നത്. അതാണ് ഓരോരോ വിശേഷണങ്ങളും. പാത്രീകുർവൻ വ്രജ, പാത്രമാക്കി ചെയ്തിട്ട്. പാത്രീകുർവൻ എന്ന് പറഞ്ഞാല് പാത്രമാക്കി ചെയ്തിട്ട് പോയാലും എന്നാണ് പറയുന്നത്. എന്തിന് പാത്രമാക്കി ചെയ്തിട്ട്? ദശപുരവധൂനേത്ര കൗതൂഹലാനാം പാത്രീകുർവൻ. എന്തിന്? ആത്മബിംബം. അപ്പോ താം ഉത്തീര്യ ദശപുരവധൂനേത്ര കൗതൂഹലാനാം ആത്മബിംബം പാത്രീകുർവൻ വ്രജ എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ പാത്രമാക്കി ചെയ്യുന്നത് എന്ന് വളരെ ഗംഭീരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആ ദശപുരവധൂനേത്ര കൗതൂഹലങ്ങൾക്ക് എന്താണ് ഈ ദശപുരവധൂനേത്ര കൗതൂഹലങ്ങൾ? ദശപുരം രന്തിദേവസ്യ നഗരം, തസ്യ വധവഃ തസ്യ സ്ത്രീയഃ. വധു എന്ന വാക്കിന് ജായാ സ്നുഷാ സ്ത്രീച എന്ന് അമരകോശത്തില് അർത്ഥം പറയുന്നുണ്ട്. സ്ത്രീ എന്ന അർത്ഥത്തിലും വധു എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, സ്നുഷ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം, പത്നി എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാം. സ്നുഷ എന്ന് പറഞ്ഞ മരുമകള്. അപ്പൊ മൂന്നർത്ഥങ്ങളിൽ വധു എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ തസ്യ സ്ത്രീയഃ, രന്തിദേവന്റെ നഗരത്തിലുള്ള സ്ത്രീകള് അവരുടെ നേത്രങ്ങൾക്ക് കൗതൂഹലങ്ങളായി, നേത്ര കൗതൂഹലങ്ങൾക്ക്, നേത്രത്തിന് അഭിലാഷ ദൃഷ്ടികൾക്ക് പാത്രമായിട്ട്. സാഭിലാഷ ദൃഷ്ടീനാം എന്ന് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? സാഭിലാഷ ദൃഷ്ടീനാം ആത്മബിംബം സ്വമൂർത്തിം പാത്രീകുർവൻ വ്രജ, പാത്രമാക്കി ചെയ്തിട്ട് പോയാലും എന്നാണ്. വ്രജ എന്ന വാക്കിന് ഗച്ഛ, ലോട്ട് പരസ്മയപതി മധ്യമപുരുഷൻ ഏകവചനം. അപ്പോ ഇപ്രകാരം ആത്മബിംബത്തെ പാത്രമാക്കി ചെയ്തിട്ട് പോയാലും. എങ്ങനെയുള്ളവരാണ് ആ ദശപുര വധൂനേത്ര കൗതൂഹലങ്ങൾ? അതാണ് ബാക്കി വിശേഷണങ്ങളിലൂടെ പറയുന്നത്. പരിചിത ഭ്രൂലതാ വിഭ്രമാണാം പക്ഷ്മോത്ക്ഷേപാത് ഉപരിവിലസത് കൃഷ്ണശാരപ്രഭാണാം കുന്ദക്ഷേപാനുഗ മധുകര ശ്രീമുഷാം ദശപുരവധൂനേത്ര കൗതൂഹലാനാം ആത്മബിംബം പാത്രീകുർവൻ വ്രജ. അപ്പോ ആ ദശപുരവധൂനേത്രങ്ങൾ പരിചിത ഭ്രൂലതാ വിഭ്രമങ്ങളാണ്. പരിചിതങ്ങളായ ഭ്രൂലതാ വിഭ്രമങ്ങളോട് കൂടിയവയാണ്. ഭ്രൂലത എന്ന് പറഞ്ഞാല് പുരികക്കൊടികൾ, പുരികങ്ങളാകുന്ന വള്ളികൾ, അതാണ് ഭ്രൂലത എന്ന സമാസം. ഭ്രൂലതാ ഇവ ഭ്രൂലതാ, ഉപമിത സമാസം എന്നാണ് അതിന് പറയാം. ഭ്രൂലതാ വിഭ്രമാണ്, ഭ്രൂലതകളുടെ വിഭ്രമങ്ങൾ അത് പരിചയിച്ചവ. ഭ്രൂലതാ വിഭ്രമങ്ങൾ പരിചയിച്ചവയാണ് ആ നേത്രങ്ങൾ. പിന്നെയോ പക്ഷ്മോത്ക്ഷേപാത്, പക്ഷ്മ എന്ന വാക്കിന്
നേത്രലോമനി എന്നാണ് അർത്ഥം. നേത്രലോമങ്ങൾ. നേത്രലോമങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കൺപീലികൾ. ആ കൺപീലികൾ ഉയർത്തുന്നത് കൊണ്ട്, പക്ഷ്മ ഉത്ക്ഷേപം, അത് ഉയർത്തുന്നത് കൊണ്ട് കൃഷ്ണശാരപ്രഭാണാം, കൃഷ്ണശാരങ്ങൾ. കൃഷ്ണശാരം എന്ന് പറഞ്ഞാല് നീല നിറത്തിലുള്ള ശാരങ്ങൾ. നീല നിറത്തിലുള്ള ശാരങ്ങൾ എന്നാണ്. ഈ കൃഷ്ണശാരപ്രഭാണാം എന്ന വാക്കുകൊണ്ട്, കൃഷ്ണശാരം എന്ന് പറഞ്ഞാല് നീല ശബളം, അതായത് കറുപ്പ് എന്ന് തന്നെയാണ് അർത്ഥം. ആ കറുപ്പിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ കൃഷ്ണം എന്നുള്ള ശബ്ദവും ശാരം എന്നുള്ള ശബ്ദവും രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നത്. അപ്പോൾ പ്രഭ എന്ന് പറഞ്ഞാൽ വെളുപ്പാണ്. അപ്പം കറുപ്പിട കലർന്ന വെളുപ്പ്. കണ്ണ് കൃഷ്ണമണിക്ക് കറുപ്പും അതിന്റെ ചുറ്റും വെളുപ്പുമാണല്ലോ. അപ്പം കൃഷ്ണശാരപ്രഭാണാം കുന്ദക്ഷേപാനുഗ മധുകര ശ്രീമുഷാം. കുന്ദക്ഷേപാനുഗ, മുല്ലപ്പൂവിന്റെ ശോഭ, കുന്ദക്ഷേപങ്ങൾ, മുല്ലപ്പൂവിങ്ങനെ എറിയുമ്പോൾ അതിന്റെ അനുഗങ്ങൾ പിന്തുടരുന്ന മധുകരങ്ങൾ, അതിന്റെ സൗന്ദര്യത്തെ, മുല്ലപ്പൂവ് വാരി വിതറുമ്പോ അതിനെ പിന്തുടർന്ന് വരുന്ന വണ്ടുകൾ, ആ വണ്ടുകൾ ഇങ്ങനെ തത്തിക്കളിക്കുന്ന, മുല്ലപ്പൂവിനെ പിന്തുടർന്ന് വരുന്ന വണ്ടുകളുടെ ശോഭയെ തരുന്ന എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ശോഭയെ തരുന്ന ഇവരുടെ നോട്ടങ്ങൾ അതെന്താണ്? കറുപ്പും വെളുപ്പും ഇടകലർന്ന നോട്ടം. ആ മനോഹാരിതയെ തരുന്ന ദശപുര വധൂനേത്ര കൗതൂഹലാനാം, ദശപുര വധൂനേത്രങ്ങളുടെ അഭിലാഷങ്ങൾക്ക് ആത്മബിംബത്തെ പാത്രമാക്കിക്കൊണ്ട് യാത്ര പുറപ്പെട്ടാലും എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ചർമ്മണ്വതി നദിയെ തരണം ചെയ്ത് ഭ്രൂലതാ വിഭ്രമങ്ങൾ പരിചയിച്ച പുരികക്കൊടി കൊണ്ടുള്ള കളികൾ ശീലിച്ചിട്ടുള്ളവരും കൺപീലികൾ ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് മുകളിലേക്ക് ശോഭിക്കുന്ന കറുപ്പിട കലർന്ന വെണ്മയോടുകൂടിയ ശോഭ കലർന്നതും, മുല്ലപ്പൂ വാരി വിതറുമ്പോൾ അതിനെ പിന്തുടരുന്ന വണ്ടുകളുടെ ശോഭയെ ആവർജിക്കുന്നതും ആയ രന്തിദേവന്റെ രാജ്യമാകുന്ന ദശപുരത്തിലെ സ്ത്രീകളുടെ നേത്ര കൗതൂഹലങ്ങൾക്ക് പാത്രമായിക്കൊണ്ട്, നേത്രാഭിലാഷങ്ങൾക്ക് പാത്രമായിക്കൊണ്ട്, ആത്മബിംബത്തെ പാത്രമാക്കിക്കൊണ്ട് യാത്ര ചെയ്താലും എന്ന് സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തില്. അപ്പോൾ അന്വയം ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു വെക്കാം, അതോടെ ഈ ശ്ലോകം അവസാനിക്കുകയാണ്. താം ഉത്തീര്യ പരിചിത ഭ്രൂലതാ വിഭ്രമാണാം പക്ഷ്മോക്ഷേപാത് ഉപരി വിലസത് കൃഷ്ണചാരപ്രഭാണാം കുന്ദക്ഷേപാനുഗ മധുകര ശ്രീമുഷാം ദശപുരവധൂനേത്ര കൗതൂഹലാനാം ആത്മബിംബം പാത്രീകുർബൻ വ്രജ എന്ന് അന്വയം. ഇവിടെ താം എന്നതുകൊണ്ട് ചർമ്മണ്വതീം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ശ്ലോകം, പദച്ഛേദം, അന്വയം, ഭാവാർത്ഥം, മലയാളത്തിലുള്ള അർത്ഥം ഇത്രയും നോട്ടിലേക്ക് എഴുതുക. അതുപോലെ സമാസങ്ങള്, അമരകോശങ്ങള് ഇതൊക്കെ എഴുതണം. സമാസം വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. സമസ്ത പദങ്ങളുടെ ഒക്കെ സമാസങ്ങള് നോട്ടിൽ എഴുതണം.